To another class of chemistry. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UV വിസിബിൾ സ്പെക്ട്ര അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ആണ്. നമ്മൾ സ്പെക്ട്രോസ്കോപ്പി ഓൾറെഡി അതിന്റെ ബേസിക്സ് പഠിച്ചിരുന്നു. പല ടൈപ്പ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഉണ്ട്. അതിൽ നന്നായിട്ട് കൂടുതൽ എനർജി ഉള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ് നമ്മുടെ UV വിസിബിൾ റേഡിയേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ UV വിസിബിൾ റേഡിയേഷൻ ഒരു ഏത് മോളിക്യൂളായാലും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ മോളിക്യൂള് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്കുള്ള ട്രാൻസിഷൻ നടത്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി അല്ലെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ എങ്ങനെയാണ്? ഇലക്ട്രോണിക് സ്പെക്ട്രം ഓഫ് മോളിക്യൂൾ അറൈസസ് ഡ്യൂ ടു ട്രാൻസിഷൻ ബിറ്റ്വീൻ ഇലക്ട്രോണിക് എനർജി ലെവൽസ്. ഒരു മോളിക്യൂളിൽ പല ടൈപ്പ് ഓഫ് എനർജി ലെവൽസ് ഉണ്ട് നമ്മൾ കണ്ടു. മോളിക്കുലർ എനർജി ലെവൽസ്, ഇലക്ട്രോണിക് എനർജി ലെവൽസ് ഉണ്ട്, വൈബ്രേഷണൽ എനർജി ലെവൽസ് ഉണ്ട്, റൊട്ടേഷണൽ എനർജി ലെവൽസ് ഉണ്ട്. അതിൽ ഏറ്റവും എനർജി ഗ്യാപ്പ് കൂടിയ ഒരു എനർജി ലെവലാണ് മോളിക്യൂളിലെ ഇലക്ട്രോണിക് എനർജി ലെവൽസ്. UV വിസിബിൾ റേഡിയേഷൻ മോളിക്യൂളിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ മോളിക്യൂളിലുള്ള ഇലക്ട്രോണിക് എനർജി ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് എങ്ങനെയാണ്? ഹൈലി എനർജറ്റിക് ട്രാൻസിഷൻ ആണ്. അതായത് ഇലക്ട്രോണിക് എനർജി ലെവൽസ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് തന്നെ വളരെ കൂടുതലാണ്. ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ ആ ഒരു ട്രാൻസിഷന് വേണ്ട എനർജി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ. ഹെൻസ് ഇറ്റ് പ്രൊഡ്യൂസസ് സ്പെക്ട്രം ഇൻ ദി UV വിസിബിൾ റീജിയൻ. അപ്പോൾ എനർജി കൂടുതലായതുകൊണ്ട് ട്രാൻസിഷന് എനർജി കൂടുതൽ വേണം, അല്ലെങ്കിൽ ആ ഗ്യാപ്പ് കൂടുതലാണ്. അതുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെക്ട്രം എങ്ങനെയായിരിക്കും? UV വിസിബിൾ റീജിയനിലായിരിക്കും. UV വിസിബിൾ റീജിയനിലാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? UV റേഡിയേഷൻ വന്ന് ഇൻസിഡന്റ് ചെയ്താൽ മാത്രമേ മോളിക്യൂൾസ് തമ്മിലുള്ള ആ ഒരു ഇലക്ട്രോണിക് എനർജി ലെവൽസിലെ ട്രാൻസിഷൻ നടക്കുകയുള്ളൂ. ഇതാണ് ഇലക്ട്രോണിക് എനർജി ലെവൽസ് എങ്കിൽ റേഡിയേഷൻ ഇൻസിഡന്റ് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് പോകുന്നു. അപ്പോൾ ഏത് റേഡിയേഷൻ വന്ന് ഇൻസിഡന്റ് ചെയ്യണം? ഏതെങ്കിലും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ മതിയോ? പോരാ. ഹയർ എനർജിയുള്ള UV വിസിബിൾ റേഡിയേഷൻ തന്നെ നമ്മുടെ മോളിക്യൂളിൽ ഇൻസിഡന്റ് ചെയ്താലേ ഈ ഇലക്ട്രോണിക് എനർജി ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷൻ നടക്കുകയുള്ളൂ. കാരണം എന്താണ്? ഇവ തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാണ്. നമ്മളൊരു 10 നില കെട്ടിടമുണ്ട്, 1ാം നിലയിലാണ് നിൽക്കുന്നത്, 10ാമത്തെ നില വരെ കയറണം. ചെറിയ എനർജി വല്ലതും മതിയോ? ഫുഡൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ കെട്ടിടം കയറാൻ പറ്റുമോ? പറ്റില്ല, കാരണം നമുക്ക് എനർജി ഇല്ല. പക്ഷെ നല്ല എനർജിയുള്ള ഫുഡൊക്കെ കഴിച്ച് എല്ലാം സെറ്റായിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒറ്റപ്പോക്കിന് താഴേന്ന് മേളിൽ വരെ എത്താൻ പറ്റും അല്ലെ. അതുകൊണ്ടാ എനർജി കൂടുതലുള്ളതുകൊണ്ട്. അപ്പൊ എനർജി കൂടുതലുള്ള ഇത്തരം ഗ്യാപ്പുകളിൽ ഈ ഗ്യാപ്പ് തമ്മിൽ എന്താണ്? ഹയർ ഗ്യാപ്പാണ്. അതുകൊണ്ട് എനർജി കൂടുതലുള്ള റേഡിയേഷൻ വന്നാൽ മാത്രമേ ഇലക്ട്രോൺസ് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻസ് നടക്കുകയുള്ളൂ. ഇനി ഇലക്ട്രോണിക് ട്രാൻസിഷൻസിന്റെ കൂടെ സൈമൾട്ടേനിയസ് ആയിട്ട് വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ ട്രാൻസിഷൻ കൂടി നടക്കുന്നുണ്ട്. കാരണം എന്താണ്? ഇലക്ട്രോണിക് എനർജി ലെവലിന്റെ അകത്താണ് നമ്മുടെ വൈബ്രേഷണൽ എനർജി ലെവൽസ് ഉള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അതിന്റെ അകത്താണ് റൊട്ടേഷണൽ എനർജി ലെവൽസ് ഉള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ഈ താഴേന്ന് മേളിലേക്ക് ട്രാൻസിഷൻ നടത്തുന്നതിന്റെ കൂടെ എന്തുകൂടി നടക്കും? ഇലക്ട്രോണിക് എനർജി ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷൻ നടക്കുന്നതിനോടൊപ്പം തന്നെ വൈബ്രേഷണൽ എനർജി ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷനും റൊട്ടേഷണൽ എനർജി ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷനും നടക്കുന്നുണ്ട്. 1ാം നിലയിൽ നിന്ന് 10ാമത്തെ നിലയിലേക്ക് ഒരാൾ കയറുമ്പോൾ ഇതിനിടയ്ക്ക് 2ൽ നിന്ന് 3ലേക്കും ഒക്കെ ട്രാൻസിഷൻ നടക്കുന്നുണ്ട് അല്ലെ. 2ാം നിലയിൽ നിന്ന് 4ാം നിലയിലേക്ക് പോകുന്നുണ്ട്, 3ൽ നിന്ന് 4ലേക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം ഈ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുകയല്ലേ. 1ൽ നിന്ന് 10ലേക്കാണ് നമ്മൾ ഒറ്റയടിക്ക് കയറിയതെങ്കിലും ഇതിനിടയ്ക്ക് 2ാം നിലയിൽ നിന്ന് 3ലേക്ക്, 3ൽ നിന്ന് 5ലേക്ക് ഒക്കെ ട്രാൻസിഷൻ നടക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇലക്ട്രോണിക് എനർജി ലെവൽസ് ആണ് ഏറ്റവും ഗ്യാപ്പിലുള്ളത്. ഇവര് തമ്മിൽ ട്രാൻസിഷൻ നടക്കുന്നതിന്റെ കൂടെ സൈമൾട്ടേനിയസ് ആയിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ട്? വൈബ്രേഷണൽ ട്രാൻസിഷനും റൊട്ടേഷണൽ ട്രാൻസിഷനും നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എങ്ങനെയായിരിക്കും? കുറച്ച് ബ്രോഡ് സ്പെക്ട്രം ആയിരിക്കും. ഇലക്ട്രോണിക് വൈബ്രേഷണൽ റൊട്ടേഷണൽ ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെക്ട്രം ആയിരിക്കും കിട്ടുന്നത്. സ്പെക്ട്രം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ X ആൻഡ് Y ആക്സിസിൽ നമ്മൾ ഓരോ അളവുകളൊക്കെ എടുക്കുന്നു ഈ രീതിയിൽ. ഇപ്പൊ അബ്സോർബൻസോ വേവ് ലെങ്ത് ഒക്കെ എടുത്താണ് നമുക്ക് ഈ സ്പെക്ട്രം കിട്ടുന്നത്. അപ്പൊ സ്പെക്ട്രം എങ്ങനെയൊക്കെ കിട്ടാം? ഒന്നുകിൽ നമുക്ക് ലൈൻ സ്പെക്ട്രം കിട്ടാം അല്ലെ, അല്ലെങ്കിൽ ബ്രോഡ് ആയിട്ടുള്ള സ്പെക്ട്രം കിട്ടും. ഇവിടെ എങ്ങനെയാണ് ബ്രോഡ് സ്പെക്ട്രം കിട്ടുന്നത്? കാരണം എന്താണ്? വൈബ്രേഷൻ എനർജി ലെവൽസും റൊട്ടേഷൻ എനർജി ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷനും എല്ലാം ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ലൈൻ സ്പെക്ട്രം കിട്ടില്ല, പകരം ബ്രോഡ് ആയിട്ടുള്ള സ്പെക്ട്രം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ കേസിലാണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ കേസിൽ. ഇനി ഇതാണ് നമ്മുടെ ഇലക്ട്രോണിക് സ്പെക്ട്ര അല്ലെങ്കിൽ UV വിസിബിൾ സ്പെക്ട്രയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഗ്രാഫ്. ഗ്രാഫിന്റെ X ആക്സിസിൽ എന്താ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? വേവ് ലെങ്ത് ആണ്, വേവ് ലെങ്ത് ഇൻ നാനോമീറ്റർ. Y ആക്സിസിൽ എന്താണ്? അബ്സോർബൻസ്. അബ്സോർബൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രത്തോളം റേഡിയേഷൻ അബ്സോർബ് ചെയ്തു എന്ന് കാണിക്കുന്നതാണ് അബ്സോർബൻസ്. വേവ് ലെങ്ത് എന്താണ്? അബ്സോർബ് ചെയ്ത റേഡിയേഷന്റെ വേവ് ലെങ്ത് ഏതാണോ അതാണ് വേവ് ലെങ്തിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് 2-3 ബ്രോഡ് പീക്ക് ആണ്. ഇനി 2-3 പീക്കുകൾ കാണാൻ പറ്റും അല്ലെ. ബ്രോഡ് സ്പെക്ട്രം ആണ്. പീക്കുകൾ 2-3 എണ്ണം കാണാം. 360, 443, 471, 502 എല്ലാം നമുക്ക് പീക്കുകൾ കാണാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മള് ഒരു സ്പെക്ട്രത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് എടുക്കുമ്പോൾ നമ്മൾ മാക്സിമം വേവ് ലെങ്ത് ഏതാണോ അതാണ് നമ്മൾ എടുക്കുന്നത്.
ഈ കേസിൽ നമ്മൾ എടുക്കുന്ന വേവ് ലെങ്ത് 471 ഉണ്ട്, 502 443 ഉണ്ട്. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും എടുക്കേണ്ട ഏതാണ്? മാക്സിമം അബ്സോർബൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഏതാണോ അതാണ് നമ്മുടെ ലാംഡ മാക്സ് അല്ലെങ്കിൽ മാക്സിമം വേവ് ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അബ്സോർബൻസ് നോക്കുക, മാക്സിമം അബ്സോർബ് ചെയ്ത വേവ് ലെങ്ത് എത്രയാന്ന് നോക്കുക. അതായത് ഇതിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന പീക്ക് നോക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് നോട്ട് ചെയ്യുക. അതായിരിക്കും നമ്മുടെ ആ മോളിക്യൂളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത്. അത് ഓരോ മോളിക്യൂളിനും ഡിഫറെന്റ് ആയിരിക്കുമോ, സെയിം ആയിരിക്കുമോ? വാട്ടർ മോളിക്യൂളിലേക്ക് യു വി റേഡിയേഷൻ വന്ന് വാട്ടർ മോളിക്യൂളിന്റെ ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്കുള്ള ട്രാൻസിഷന് വേണ്ട എനർജി ആയിരിക്കില്ല കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിന് വേണ്ടത്, അല്ലെ? ഓരോ മോളിക്യൂൾ അനുസരിച്ചും ആ ഒരു ട്രാൻസിഷന് വ്യത്യാസമുണ്ട്, അല്ലെ? നമുക്ക് താഴത്തെ നിലയിൽ നിന്ന് 10ാം നിലയിലേക്ക് കയറാൻ വേണ്ട എനർജി ആയിരിക്കും നമ്മുടെ ഫ്രണ്ടിന് വേണ്ടത്, അല്ലല്ലേ? ചിലർ നല്ല എനർജി ഉള്ളവരുണ്ട്, ഒറ്റയടിക്ക് മേളിൽ ചെല്ലും, അല്ലെ? നമ്മൾ 2ാം നിലയിൽ എത്തുമ്പോഴേക്കും. അപ്പൊ എനർജി ഓരോ പേഴ്സൺ അനുസരിച്ച് വ്യത്യാസമുണ്ട്. അതുപോലെ മോളിക്യൂൾ ടു മോളിക്യൂൾ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു റേഡിയേഷന്റെ വേവ് ലെങ്ത് ഒക്കെ വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് ഓരോ മോളിക്യൂളിനും ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെക്ട്രം നമുക്ക് കിട്ടും. അപ്പൊ സ്പെക്ട്രം കിട്ടണം എന്ത് ചെയ്താൽ മതി? നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻസ്ട്രുമെന്റേഷനിൽ കണ്ടിരുന്നല്ലോ, ഒരു സോഴ്സ് ഉണ്ട്, ഇത് ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആ സാമ്പിൾ വെക്കുന്നിടത്ത് നമ്മുടെ ഏത് സാമ്പിളിന്റെ ആണോ സ്പെക്ട്രം എടുക്കേണ്ടത് സാമ്പിൾ കൊണ്ട് വെച്ചാൽ മതി. എന്നിട്ട് റേഡിയേഷൻ പാസ് ചെയ്യുക, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെക്ട്രം ഈ രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആണ് നമ്മൾ പറഞ്ഞു ഒരു മോളിക്യൂളിൽ. അപ്പൊ ഏതൊക്കെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കാം? ഒരു മോളിക്യൂളിന് എനർജി കിട്ടുന്നു, മോളിക്യൂൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നു. ആ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഏതൊക്കെ രീതിയിലാവാം? അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല കേട്ടോ. അപ്പം മോളിക്യൂൾസ് ഈ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടത്തുന്നത് അവയുടെ മോളിക്കുലാർ എനർജി ലെവൽസ് തമ്മിലാണ്. ഒരു മോളിക്യൂളിലെ മോളിക്കുലാർ എനർജി ലെവൽസ് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ഒരു മോളിക്യൂളിൽ ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്ന എവിടേക്കാണ് ഇലക്ട്രോൺസ് ഇരിക്കുക? ഇലക്ട്രോൺ ഇഷ്ടമുള്ളിടത്ത് പോയി ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇലക്ട്രോൺസിൽ ഏതൊക്കെ ടൈപ്പ് ബോണ്ടുകൾ ഉണ്ടോ അതിനനുസരിച്ച് ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്ന ആ ഒരു ഓർബിറ്റിലും വ്യത്യാസമുണ്ട്. നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഒരു മോളിക്യൂളിലുള്ളത് സിഗ്മ ബോണ്ട് ആണെങ്കിൽ ആ ഇലക്ട്രോൺസ് എവിടെയായിരിക്കും? സിഗ്മ മോളിക്കുലാർ ഓർബിറ്റലിലായിരിക്കും. മോളിക്യൂളിലുള്ളത് പൈ ബോണ്ട് ആണെങ്കിൽ അവ പൈ മോളിക്കുലാർ ഓർബിറ്റലിലായിരിക്കും. ഇനി മോളിക്യൂളില് ഒരു ഇലക്ട്രോണ് പ്രത്യേകിച്ച് ആരോടും സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഒന്നും ഫോം ചെയ്യാൻ താല്പര്യമില്ല, ഞങ്ങൾ ഇവിടെ എങ്ങനെ ഇരുന്നോളാം എന്നുള്ള രീതിക്ക് ഇരിക്കുകയാണെങ്കിൽ അവർ ഏത് മോളിക്കുലാർ ഓർബിറ്റലിലായിരിക്കും? നോൺ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലായിരിക്കും. അപ്പൊ ഈ ഇലക്ട്രോൺസ് ആണ് എനർജി കിട്ടിക്കഴിയുമ്പോൾ എവിടെയാണോ സിഗ്മയിലാണ് ഇരിക്കുന്നതെങ്കിൽ അവര് അതിന്റെ ഹയർ എനർജി ലെവലിലേക്ക് പോകും. പൈ മോളിക്കുലാർ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നതെങ്കിൽ അവർ അവരുടെ ഹയർ എനർജി ലെവലിലേക്ക് പോകും. നോൺ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ ഇരിക്കുന്നവർ അതിന്റെ ഹയർ എനർജി ലെവലിലേക്ക് പോകും. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലെവലിലേക്ക് പോകും. കിട്ടുന്ന എനർജി അനുസരിച്ചാണ് ഈ ഒരു ട്രാൻസിഷൻസ് നടക്കുന്നത്. അപ്പൊ എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യും? കിട്ടുന്ന ആ ഒരു റേഡിയേഷന്റെ എനർജി ഉണ്ട്, അതുപോലെ തന്നെ മോളിക്യൂളിന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചും വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് ഒരു മോളിക്യൂളിൽ ഉള്ളത്? സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ, പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. എന്ന് കാണിച്ചിരിക്കുന്നത് നോൺ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആണ്. സോ നോൺ ബോണ്ടിങ് ടു പൈ സ്റ്റാർ മോളിക്കുലാർ ഓർബിറ്റൽ ആൻഡ് നോൺ ബോണ്ടിങ് ടു സിഗ്മ സ്റ്റാർ മോളിക്കുലാർ ഓർബിറ്റൽ. അല്ലാതെ സിഗ്മയിൽ നിന്ന് പൈ സ്റ്റാറിലേക്കോ നോൺ ബോണ്ടിങ്ങിലേക്കോ ഒന്നും ഇലക്ട്രോൺസിന് ചാടാൻ പറ്റില്ല. ഫിക്സഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് മാത്രമേ ഇലക്ട്രോൺസിന് പോകാൻ പറ്റുള്ളൂ. എപ്പോഴാണ് പോകുന്നത്? യു വി റേഡിയേഷൻ, വെറുതെ ഇരുന്ന ഒരു മോളിക്യൂളിലേക്ക് യു വി റേഡിയേഷൻ വന്ന് ഇൻസിഡന്റ് ചെയ്തപ്പോൾ മോളിക്യൂളിൽ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസ് പല എക്സൈറ്റഡ് എനർജി ലെവൽസിലേക്ക് പോയി. അപ്പൊ യു വി റേഡിയേഷൻ ആണ് വന്ന് പതിക്കുന്നതെങ്കിൽ മോളിക്യൂളിലെ ഇലക്ട്രോണിക് എനർജി ലെവൽസ് തമ്മിലായിരിക്കും ട്രാൻസിഷൻ നടക്കുന്നത്. നമുക്കിത് വിശദമായിട്ട് ഈ ഓരോ ട്രാൻസിഷൻസും നോക്കാം. ഇത് സിഗ്മയാണ്. സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ് ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എനർജി ലെവൽസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ ഏറ്റവും കൂടുതൽ എനർജി വേണ്ടത് എവിടെ നിന്ന് എങ്ങോട്ടാ? ഇതിപ്പോ 1ാം നിലയാണെന്ന് വെച്ചോ. സിഗ്മ 1ാം നില, 2ാം നില, 3ാം നില, 4ാം നില, 5ാം നില. 5 നില കെട്ടിടമാണ് എങ്കിൽ 1ാം നിലയിൽ നിന്ന് 5ാം നിലയിലേക്ക് പോകാനാണല്ലോ ഏറ്റവും എനർജി വേണ്ടത്. അതായത് സിഗ്മയിൽ നിന്നും സിഗ്മ സ്റ്റാർ വരെ ഇലക്ട്രോണിന് ട്രാവൽ ചെയ്യാനാണ് ഏറ്റവും എനർജി വേണ്ടത്. സിഗ്മയിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, ആ ഇലക്ട്രോൺ എനർജി കിട്ടി കഴിയുമ്പോൾ സിഗ്മ സ്റ്റാർ വരെ പോകണമെങ്കിൽ നല്ല എനർജി വേണം, അല്ലെ? ആ ഒരു ഗ്യാപ്പ് നോക്കിയേ, എനർജി കൂടുതലാണ്, അല്ലെ? അപ്പൊ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ആണ് ഏറ്റവും എനർജി കൂടുതൽ വേണ്ടത്. ഇനി കൂടുതൽ വേണ്ടത് ഏതിനാ? പൈ ടു പൈ സ്റ്റാറിനും എനർജി വേണം, എൻ ടു സിഗ്മ സ്റ്റാറിനും ഏകദേശം സെയിം എനർജിയാണ്. ഇനി ഏറ്റവും എനർജി കുറവ് വേണ്ടത് ഏതിനാണ്? എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ ആണ്. ഇനി നമുക്കറിയാം E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നുള്ള ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് എനർജി കൂടുമ്പോൾ വേവ് ലെങ്ത് കൂടുവാണോ കുറയുവാണോ ചെയ്യുന്നത്? E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ, E ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. അപ്പോൾ എനർജി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയുന്നു, അല്ലെ? അപ്പൊ ഈ എനർജി ഇവിടെ ഈ എനർജി ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ അതിന് അർത്ഥം എന്താണ്? സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷന് വേവ് ലെങ്ത് കുറച്ചു മതി. അതായത് ആ റേഡിയേഷന്റെ വേവ് ലെങ്ത് കുറവാണ്, എനർജി കൂടുതലാണ്. അപ്പൊ ഫസ്റ്റ് ട്രാൻസിഷൻ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ.
എനർജി റിക്വയർഡ് ഫോർ ദിസ് ട്രാൻസിഷൻ ഈസ് വെരി ഹൈ. എനർജി വളരെ കൂടുതലാണ് ഈ ട്രാൻസിഷന്, അതുകൊണ്ട് കറസ്പോണ്ടിങ് അവയുടെ വേവ് ലെങ്ത് എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. ഇനി എന്തുകൊണ്ടാണ് എനർജി കൂടുതൽ വേണ്ടത്? സിഗ്മ ഇലക്ട്രോൺസ് ആർ ഹെൽഡ് മോർ സ്ട്രോങ്ലി ഇൻ മോളിക്യൂൾ. അത് നമുക്കറിയാം അല്ലേ. സിഗ്മ ബോണ്ട് എപ്പോഴും എങ്ങനെയാ, സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്. സിഗ്മ ഇലക്ട്രോൺസ് സ്ട്രോങ്ലി ഹെൽഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ദെൻ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്ന മോളിക്യൂളിന് എക്സാമ്പിൾ ആരാണ്? സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ നടത്തണമെങ്കിൽ ആര് വേണം? സിഗ്മ മോളിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ വേണം അല്ലേ. സിഗ്മ മോളിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിലേ എനർജി കിട്ടിക്കഴിയുമ്പോൾ സിഗ്മ സ്റ്റാറിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ സിഗ്മ മോളിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവരെങ്ങോട്ട് പോകും? സിഗ്മ സ്റ്റാർ മോളിക്കുലർ ഓർബിറ്റലിലേക്ക് പോകും. ഇനി സിഗ്മ മോളിക്കുലർ ഓർബിറ്റലിൽ ഏത് ടൈപ്പ് ഓഫ് ഇലക്ട്രോൺസ് ആണുള്ളത്? സിഗ്മ ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എല്ലാം എവിടെയാണ്? സിഗ്മ മോളിക്കുലർ ഓർബിറ്റലിലാണുള്ളത്. സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ ബോണ്ട്. ഒരു മോളിക്യൂൾ ഫോം ചെയ്യണമെങ്കിൽ ഒരു സിംഗിൾ ബോണ്ട് എങ്കിലും ഫോം ചെയ്യണ്ടേ. അപ്പൊ ഏത് മോളിക്യൂൾ എടുത്താലും അവിടെ ഒരു സിഗ്മ ബോണ്ട് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവിടെ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവിടെ ഒരു സിഗ്മ ബോണ്ടും ഉണ്ടായിരിക്കും, സിഗ്മ ഇലക്ട്രോണും ഉണ്ടായിരിക്കും. അപ്പോൾ പൈ ബോണ്ടഡ് അല്ലാത്ത സിഗ്മ ടു സിഗ്മ സ്റ്റാറിൽ നമ്മൾ സിംഗിൾ ബോണ്ടഡ് മോളിക്യൂളിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സിഗ്മ ഇലക്ട്രോൺസ് ഉള്ള ഏത് മോളിക്യൂൾ കൺസിഡർ ചെയ്താലും അവിടെ എനർജി കിട്ടി കഴിയുമ്പോൾ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ പോസിബിൾ ആണ്. അതിന് എക്സാമ്പിൾ ആരാണ്? ഈഥെയ്ൻ, മീഥെയ്ൻ, പ്രൊപ്പൈൻ ഒക്കെ. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഹൈഡ്രോ കാർബൺസ് ഉണ്ടല്ലോ. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജനും കാർബണും ഉള്ള മോളിക്യൂൾസ് ആണ് അല്ലേ. ഹൈഡ്രജനും കാർബണും ഉള്ള നമ്മുടെ ഈഥെയ്ൻ, മീഥെയ്ൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പ്രൊപ്പൈൻ അങ്ങനെയുള്ള സാധാ ഹൈഡ്രോ കാർബൺസ്, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എല്ലാം എങ്ങനെയാണ്? സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. എക്സാമ്പിൾ നമ്മുടെ സാധാ ഈഥെയ്ൻ, മീഥെയ്ൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ അങ്ങനെയുള്ള എല്ലാ മോളിക്യൂൾസും ഈ എ എന്നീ അവസാനം വരുന്ന സിംഗിൾ ആയിട്ടുള്ള ആൽക്കെയിനുകളെല്ലാം സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷനിൽ ഓർത്തിരിക്കാനുള്ളത് എനർജി വളരെ കൂടുതലാണ്, അതുകൊണ്ട് വേവ് ലെങ്ത് കുറവാണ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിലാണ് ഈ ട്രാൻസിഷൻ നടക്കുന്നത്. എക്സാമ്പിൾ ഓർത്തിരിക്കുക. ഇനി ഒരു പ്രത്യേകതയുള്ളത്, ദീസ് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻസ് ഒക്കേഴ്സ് ഓൺലി ബിലോ 150 നാനോമീറ്റർ. നമ്മൾ പറഞ്ഞു എനർജി വളരെ കൂടുതലാണ് അല്ലെ. ഈ ഒരു ട്രാൻസിഷൻ ഒത്തിരി എനർജി വേണം, ഗ്യാപ്പ് കൂടുതലായതുകൊണ്ട് എനർജി കൂടുതലാണ്. എനർജി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയുന്നു. അതായത് കുറഞ്ഞു 150 നാനോമീറ്ററിനേക്കാളും കുറഞ്ഞ നാനോമീറ്ററെ അല്ല അത്രയും വേവ് ലെങ്തേ നമുക്ക് ഈ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷനിൽ നിന്ന് കിട്ടുള്ളൂ. എനർജി കൂടുതലാണ്, വേവ് ലെങ്ത് വളരെ കുറവാണ്, ബിലോ 150 നാനോമീറ്റർ ആണ്. ഓർഡിനറി യു വി സ്പെക്ട്രോമീറ്ററിൽ നമുക്ക് ഒരു 200 to 780 നാനോമീറ്റർ ആണ് ഓർഡിനറി നമ്മൾ യു വി സ്പെക്ട്രോമീറ്ററിൽ മെഷർ ചെയ്യുന്നത്. 200 to 800 നാനോമീറ്റർ ആണ് ഈ ഒരു യു വി വിസിബിൾ റേഡിയേഷന്റെ വേവ് ലെങ്ത്. അപ്പൊ 200 തൊട്ട് ഒരു 780 വരെയൊക്കെ നമുക്ക് ഓർഡിനറി യു വി സ്പെക്ട്രോമീറ്ററിൽ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എനർജി കിട്ടി, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ നടന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിലെ ഈ ഒരു യു വി വിസിബിൾ സ്പെക്ട്ര അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിലെ യു വി വിസിബിൾ സ്പെക്ട്ര cannot be detected using UV visible spectrum. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ചോദിച്ചാൽ നിങ്ങൾ ഈ 4 എഴുതണം. സിഗ്മ ടു സിഗ്മ സ്റ്റാർ, പൈ ടു പൈ സ്റ്റാർ, എൻ ടു സിഗ്മ സ്റ്റാർ, എൻ ടു പൈ സ്റ്റാർ. പക്ഷേ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ എനർജി വളരെ കൂടുതലായതുകൊണ്ടും വേവ് ലെങ്ത് കുറവായതുകൊണ്ടും, കുറവെന്ന് പറഞ്ഞാൽ എത്ര കുറവാണ്? 150 നാനോമീറ്ററിനേക്കാളും കൂടി കുറവായതുകൊണ്ട് നമുക്കത് ഓർഡിനറി യു വി സ്പെക്ട്രോമീറ്ററിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ സിഗ്മ മോളിക്കുലർ ഓർബിറ്റൽസ് മാത്രമുള്ള ഈഥെയ്ൻ, മീഥെയ്ൻ, പ്രൊപ്പൈൻ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് അതിന്റെ ഒരു യു വി വിസിബിൾ സ്പെക്ട്രം എടുക്കാൻ പറ്റുമോ? എടുത്താലും നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? റിസൾട്ട് കിട്ടില്ല. കാരണം എന്താണ്? ദേ ആർ നോട്ട് യു വി വിസിബിൾ ആക്റ്റീവ്. യു വി വിസിബിൾ ആക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്പെക്ട്രം ആക്റ്റീവ് ആണെന്ന് പറയുന്നത് എങ്ങനെയാ? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെക്ട്രം കിട്ടണം, എന്നാലേ ആ മോളിക്യൂൾ യു വി വിസിബിൾ ആക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ നടക്കും, നമുക്ക് സ്പെക്ട്രോമീറ്ററിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. So sigma to sigma star transitions cannot be identified using UV visible spectra. അപ്പോൾ അത്രയും ക്ലിയർ ആണല്ലോ. ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസിലെ ഫസ്റ്റ് ആണ് സിഗ്മ ടു സിഗ്മ സ്റ്റാർ. അപ്പോൾ അടുത്തത് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. അപ്പോൾ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഹൈ എനർജി വേണം. നമ്മൾ പറഞ്ഞു വേവ് ലെങ്ത് കുറവാണ്. അടുത്തത് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ ആണ്, അതിന് അത്രത്തോളം എനർജി വേണ്ട അല്ലേ. അപ്പോൾ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ നടക്കണേ സിഗ്മ ഇലക്ട്രോൺസ് വേണം അല്ലെ. 2ാം നിലയിൽ നിന്ന് 10ാം നിലയിലേക്ക് ഒരാൾ പോകണമെങ്കിൽ 2ാം നിലയിൽ ആരെങ്കിലും വേണം അല്ലെ. അതുപോലെ പൈയിൽ നിന്ന് പൈ സ്റ്റാറിലേക്ക് ആരെങ്കിലും പോകണം എന്ത് വേണം? പൈ മോളിക്കുലർ ഓർബിറ്റലിൽ ആള് വേണം അല്ലെ. അപ്പൊ പൈ മോളിക്കുലർ ഓർബിറ്റലിൽ ആള് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വേണം? പൈ ബോണ്ടുകൾ വേണം. പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ബോണ്ടാണ്?
ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ആണ് നമ്മൾ പൈ ബോണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിലൊക്കെയുള്ള ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഒക്കെയാണ് നമ്മൾ പൈ ബോണ്ട് എന്ന് പറയുന്നത്. സിംഗിൾ ബോണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതാണ് പൈ ബോണ്ട്. ഇപ്പൊ നമ്മൾ ഈ CH2 ഡബിൾ ബോണ്ട് CH2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ബോണ്ട് എന്താണ് സിഗ്മ ബോണ്ടാണ്, അടുത്ത ബോണ്ടാണ് പൈ ബോണ്ട്. ഓക്കെ, ഇപ്പൊ രണ്ട് ബോണ്ട് ഉണ്ട്. ഇതിൽ ആദ്യത്തെ ഒരു ബോണ്ട് സിഗ്മ ബോണ്ട് ആയിരിക്കും, അടുത്ത ബോണ്ട് ആയിരിക്കും പൈ ബോണ്ട്. അപ്പൊ ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട്. ഇനി ഇത് ട്രിപ്പിൾ ബോണ്ട് ആയിരുന്നെങ്കിൽ ഒരു സിഗ്മ ബോണ്ടും രണ്ട് പൈ ബോണ്ടും ആണുള്ളതെന്ന് നമുക്ക് പറയാം. അപ്പൊ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ എങ്ങനെയുള്ള മോളിക്യൂൾസിനാണ് നടക്കുന്നത്? അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിൽ. ഇതാ unsaturated hydrocarbons containing pi bonds can produce this type of transition. Unsaturated hydrocarbon എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോകാർബൺസ്. ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത് ഹൈഡ്രജനും കാർബണും ഉള്ള മോളിക്യൂൾസ്, അതായത് ആൽക്കീൻസ് ആൽക്കൈൻസ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ. അതവിടെ പൈ ബോണ്ടുകൾ മാത്രം ഉള്ളവ, സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഉള്ള മോളിക്യൂൾസ് ആണ്. ഇനി അപ്പോൾ ഡബിൾ ബോണ്ടഡ് ആൻഡ് ട്രിപ്പിൾ ബോണ്ടഡ് മോളിക്യൂൾസ് ഈഥീന്, ഈഥൈന്, മീഥീനില്ലല്ലോ, ഈഥീൻ, പ്രൊപ്പീൻ, ബ്യൂട്ടീൻ, ബ്യൂട്ടൈൻ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ എക്സാമ്പിൾ ആണ്. പിന്നെ ആകെ ഒരു പ്രശ്നമുള്ളത് സി ഡബിൾ ബോണ്ട് സി ഓഫ് CH2 ഡബിൾ ബോണ്ട് CH2 ഉണ്ടല്ലോ, നമ്മുടെ ഈഥീൻ മോളിക്യൂളിലെ അബ്സോർപ്ഷൻ മാക്സിമം 169 നാനോമീറ്റർ ആണ്. ഡബിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉള്ള അല്ലെങ്കിൽ പൈ മോളിക്കുലാർ ഓർബിറ്റൽ ഉള്ളവ എല്ലാം UV വിസിബിൾ ആക്റ്റീവ് ആണ്. പക്ഷേ ഇതില് ഏറ്റവും ചെറിയ മെമ്പർ ആണല്ലോ നമ്മുടെ ഈഥീൻ എന്ന് പറയുന്നത് അല്ലേ. ബാക്കിയുള്ളവരൊക്കെ കുറച്ചുകൂടി വലിയ മോളിക്യൂൾസ് ആണ്. നമ്മുടെ ഈഥീൻ മോളിക്യൂൾ ആണ് ആൽക്കീൻ ഫാമിലിയിലെ ഏറ്റവും ചെറിയ ആള്. ഈ ഈഥീൻ മോളിക്യൂളിന്റെ സ്പെക്ട്രൽ റേഞ്ച് എത്രയാണ്? 169 നാനോമീറ്റർ ആണ്. അതും എങ്ങനെയാണ്? 200 കുറവാ. അപ്പൊ പിന്നെ ഈഥീൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ UV വിസിബിൾ സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട്? പറ്റില്ല. ഇതിൽ കംപ്ലീറ്റ് ട്വിസ്റ്റുകളാണ് അല്ലേ. അപ്പൊ നമുക്ക് സാധാ ആൽക്കൈൻ മോളിക്യൂൾസ്, സിഗ്മ ബോണ്ടഡ് മോളിക്യൂൾസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷനിൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എല്ലാം പറ്റും, പക്ഷെ ഈഥീൻ പറ്റില്ല. കാരണം എന്താണ്? ഈഥീന്റെ കേസിലും ആ ഒരു ട്രാൻസിഷന്റെ എനർജി കൂടുതലാണ്, അല്ലെങ്കിൽ വേവ് ലെങ്ത് 169 നാനോമീറ്ററേ ഉള്ളൂ, കുറവാണ്. അതുകൊണ്ട് ബാക്കി എല്ലാം പറ്റും കേട്ടോ. ഇനി കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കോഞ്ചുഗേറ്റഡ് ഡബിൾ ബോണ്ട്സ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് കോഞ്ചുഗേറ്റഡ് ഡബിൾ ബോണ്ട്സ് അബ്സോർപ്ഷൻ ഒക്കേഴ്സ് ഇൻ വിസിബിൾ റീജിയൻ. അപ്പൊ ഈ കോഞ്ചുഗേറ്റഡ് ഡബിൾ ബോണ്ട് ഉള്ള മോളിക്യൂൾസിന്റെ ഒക്കെ കേസിൽ UV വിസിബിൾ അബ്സോർപ്ഷൻ പോസിബിൾ ആണ്. എക്സാമ്പിൾ കണ്ടോ, 13-ബ്യൂട്ടാഡൈൻ, 135-ഹെക്സാട്രൈൻ. കോഞ്ചുഗേറ്റഡ് ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഒന്നിടവിട്ട് ഡബിൾ ബോണ്ടുകൾ കണ്ടോ. ഇത്തരത്തിലുള്ള ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിൽ കോഞ്ചുഗേറ്റഡ് ഡബിൾ ബോണ്ട്സിന്റെ ഒക്കെ കേസിൽ എങ്ങനെയാണ്? അബ്സോർപ്ഷൻ മാക്സിമം 200 കൂടുതലാണ്. അതുകൊണ്ട് ഈ 13-ബ്യൂട്ടാഡൈൻ, 135-ഹെക്സാട്രൈൻ ഒക്കെ പോലുള്ള മോളിക്യൂൾസ് UV വിസിബിൾ ആക്റ്റീവ് ആണ്. ഇനി പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ പ്രൊഡ്യൂസ് അബ്സോർപ്ഷൻ ബാൻഡ്സ് ഇൻ UV വിസിബിൾ റീജിയൻ. അപ്പൊ പൈ ടു പൈ സ്റ്റാറിൽ എങ്ങനെയാണ്? അബ്സോർപ്ഷൻ മാക്സിമം UV വിസിബിൾ റീജിയനിൽ തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. സിഗ്മ ടു സിഗ്മ സ്റ്റാർ പോലെയല്ല. പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസ് UV വിസിബിൾ ആക്റ്റീവ് ആണ്. അവിടെ ആകെപ്പാടെ ഒരു ചെറിയ ഒരാളെ മാത്രമേ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളൂ, അതും നമ്മുടെ ഈഥീൻ ആണ്, വേവ് ലെങ്ത് കുറവായതുകൊണ്ട്. ബാക്കി 13-ബ്യൂട്ടാഡൈന്, 135-ഹെക്സാട്രൈന്, അതുപോലെ നമ്മുടെ ബെൻസീൻ ഉണ്ടല്ലോ, C6H6 ബെൻസീൻ മോളിക്യൂളൊക്കെ നമുക്ക് ഇത്തരത്തില് ഇത് 6 ഉണ്ട് കേട്ടോ. 6 1 2 3 4 5 6 കൂടുതലായിട്ടുണ്ട്. ഇത് ഒറ്റ ബോണ്ടായിട്ട് കൺസിഡർ. നിങ്ങൾക്ക് ബെൻസീൻ അറിയാലോ അല്ലേ. അപ്പോൾ C6H6 ഇങ്ങനെ സൈക്ലിക് ആയിട്ടുള്ള മോളിക്യൂളാണ്. നടുക്ക് 3 ഡബിൾ ബോണ്ടും ഉണ്ട്. അപ്പോൾ ഇതൊരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണല്ലോ. അപ്പോൾ ബെൻസീന്, 13-ബ്യൂട്ടാഡൈന്, 135-ഹെക്സാട്രൈൻ ഒക്കെ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ കാണിക്കുന്ന മോളിക്യൂളിന്റെ എക്സാമ്പിൾ ആണ്. അടുത്തത് N2 പൈ സ്റ്റാർ. അപ്പൊ N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കണമെങ്കിൽ അവിടെ ആര് വേണം? നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് വേണം. നോൺ ബോണ്ടഡ് ഇലക്ട്രോൺ എന്ന് പറയുന്ന ഏത് തരത്തിലുള്ള ഇലക്ട്രോൺസാ? സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഒന്നും ഫോം ചെയ്യാൻ താല്പര്യമില്ലാതെ ഇരിക്കുന്ന ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ ലോൺ പെയർ ഇലക്ട്രോൺസ് ആണ് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് നമ്മൾ പറയുന്നത്. നമുക്ക് അമോണിയയുടെ കാര്യം അറിയാം അല്ലേ. NH3 മോളിക്യൂൾ എടുക്കുമ്പോൾ നൈട്രജന്റെ കയ്യിൽ 5 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. ഹൈഡ്രജനായിട്ട് ബോണ്ട് ചെയ്യാൻ ആകെപ്പാടെ 3 എടുത്തിട്ടുള്ളൂ. ബാക്കി 2 ഇലക്ട്രോൺസ് നൈട്രജനില് അല്ലെങ്കിൽ അമോണിയയിൽ ഈ നൈട്രജന്റെ കയ്യിൽ സേഫ് ആയിട്ട് ഇരിപ്പുണ്ട് അല്ലേ. അവയെ നമുക്ക് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് എന്ന് പറയാം. NH3 മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നൈട്രജൻ ഉണ്ട്, 3 ഹൈഡ്രജൻ ഉണ്ട്. നൈട്രജന്റെ ബാലൻസ് ഷെല്ലിൽ തന്നെ 5 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ 3 ഈ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഷെയർ ചെയ്യാൻ വേണ്ടി എടുത്തു, ബാക്കി 2 ഫ്രീ ആണ്. ഇത് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നോർമലി ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, അതുപോലെ ഈ X എന്ന് കാണിച്ചിരിക്കുന്ന ഹാലജൻസ് ആണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ 17ാം ഗ്രൂപ്പ് എലമെന്റ്സ്. ഇവിടെ എല്ലാവരുടെയും കയ്യിൽ എങ്ങനെയെങ്കിലും ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞ് ഇലക്ട്രോൺസ് മിച്ചം കാണും അല്ലെ. ചിലരില്ലേ എങ്ങനെ പോയാലും കയ്യിൽ കുറച്ച് പൈസ മിച്ചം ഉണ്ടാവും ചെലവാക്കാതെ. അതുപോലെ ഈ ആറ്റത്തിന്റെ ഒക്കെ കയ്യിലും എങ്ങനെയാണ് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ ഈ എലമെന്റ്സിന്റെ ഒക്കെ കയ്യിലും ഇലക്ട്രോൺസ് മിച്ചം ഉണ്ടാവും. അപ്പോൾ
ഇത്തരത്തില് ഇലക്ട്രോൺസ് മിച്ചമുള്ള ഇലക്ട്രോൺസ് എവിടെ ഇരിക്കുക? നമ്മുടെ N അല്ലെങ്കിൽ നോൺ ബോണ്ടഡ് മോളിക്കുലർ ഓർബിറ്റലിലാണ് ഇരിക്കുക. ദെൻ N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തും വേണം? പൈ മോളിക്കുലർ ഓർബിറ്റലും വേണം അല്ലെ? അപ്പൊ നോൺ ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസും വേണം, പൈ മോളിക്കുലർ ഓർബിറ്റൽ അല്ലെങ്കിൽ പൈ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വേണം. ഇത്തരത്തിലുള്ള മോളിക്യൂൾസിലാണ് N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നത്. അമോണിയ ഒരു എക്സാമ്പിൾ ആണോ? NH3 അമോണിയ, എന്നിന്റെ കയ്യിൽ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ട് അല്ലെ? പക്ഷെ നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഹൈഡ്രജൻ അങ്ങനെ ആരോടും ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒന്നും ഫോം ചെയ്യുന്ന ആളല്ല അല്ലെ? ആകപ്പാടെ കയ്യിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അത് നൈട്രജന് കൊടുത്തും പോയി. അപ്പോൾ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിരിക്കണം, അവയുടെ കയ്യിൽ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് വേണം, എങ്കിൽ മാത്രമേ അവയിൽ N2 പൈ സ്റ്റാർ ട്രാൻസിഷൻസ് പോസിബിൾ ആവുള്ളൂ. എക്സാമ്പിൾ ഏതാ ഉള്ളത്? നമുക്ക് ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ഒക്കെ കൺസിഡർ ചെയ്യാം അല്ലെ? C ഡബിൾ ബോണ്ട് O, C ഡബിൾ ബോണ്ട് ഓയിൽ ഇതോയാണ് അറ്റാച്ച് ചെയ്ത ഒരു ഹൈഡ്രജൻ വന്നാൽ അത് ഏത് ഫംഗ്ഷണൽ ഗ്രൂപ്പായി? ആൽഡിഹൈഡ് ആയി അല്ലെ? ഇവിടെ വേണേ ഹൈഡ്രജൻ വരാം, CH3 ഗ്രൂപ്പ് വരാം. അപ്പോൾ C ഡബിൾ ബോണ്ടോ H, ഇവിടെ ഈ ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പൊ ഇവിടെ ഒരു പൈ മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ട്, അതുകൊണ്ട് പൈ സ്റ്റാർ മോളിക്കുലർ ഓർബിറ്റലും ഉണ്ട്. ഇനി ഓക്സിജനില് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഓക്സിജന്റെ മിക്കവാറും ഉണ്ടാവും അല്ലെ? ബോണ്ട് നോക്കിയാൽ മതി. ഓക്സിജനില് ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഓക്സിജന്റെ കയ്യിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട് മിച്ചം. ആകെപ്പാടെ 2 ബോണ്ടിങ്ങിന് എടുത്തിട്ടുള്ളൂ, ബാക്കി 4 മിച്ചമുണ്ട് നോൺ ബോണ്ടിങ്. അപ്പോൾ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോൺസും ഉണ്ട്, പൈ മോളിക്കുലർ ഓർബിറ്റലും ഉണ്ട്, അതുകൊണ്ട് N2 പൈ സ്റ്റാർ ട്രാൻസിഷൻസ് ഇവിടെ നടക്കും. അതുപോലെ വേറെ ഇതുപോലുള്ള മോളിക്യൂൾസ് ഏതാ ഉള്ളത്? ആൽഡിഹൈഡ്. ഈ ആൽഡിഹൈഡിൽ ഈ Hന്റെ സ്ഥാനത്ത് ഒരു R ഗ്രൂപ്പ്, അതായത് കാർബണും ഹൈഡ്രജനും ഉള്ള ഗ്രൂപ്പ് വന്നാൽ അതെന്തായി? കീറ്റോൺ ആയി. അപ്പൊ കീറ്റോണിന്റെ കേസിലും ഇത്തരത്തിൽ N2 പൈ സ്റ്റാർ ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. ദെൻ ഈ ആറിന് പകരം ഇവിടെ ഒരു OH ആണ് വരുന്നതെങ്കിൽ അതെന്തായി? കാർബോക്സിലിക് ആസിഡ് ആയി അല്ലെ? ആസിഡിന്റെ കേസിലും N2 പൈ സ്റ്റാർ ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. അല്ലെങ്കിൽ OHന് പകരം OR ആണ് വരുന്നതെങ്കിൽ അത് എസ്റ്റർ ആയി. അപ്പൊ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്, എസ്റ്റർ ഇങ്ങനെയുള്ള മോളിക്യൂൾസിലെല്ലാം ഏത് ട്രാൻസിഷൻസ് പോസിബിൾ ആണ്? N2 പൈ സ്റ്റാർ ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അസറ്റോൺ, അസറ്റോൺ ഒരു കീറ്റോൺ ആണ്. ദെൻ ഫോർമാൽഡിഹൈഡ് ഒരു ആൽഡിഹൈഡ് ആണ്. ഇവിടെ എല്ലാം കാർബൺ ഉണ്ട് കേട്ടോ, ഈ ബോണ്ട് ഫുൾ ആക്കിയിട്ടില്ലെന്നേ ഉള്ളൂ. ഇവിടെ കാർബൺ ഉണ്ട്, ദെൻ ഇവിടെ കാർബൺ ഉണ്ട്, ദെൻ ഇത് കീറ്റോൺ, ഇവിടെയും ഉണ്ട് ഒരു കാർബൺ, ദെൻ ആൽഡിഹൈഡ്. ഓക്കെ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ എക്സാമ്പിൾ ആണ്. അടുത്തത് N2 സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. N2 സിഗ്മ സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വേണം? നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും വേണം, സിഗ്മ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും വേണം. അതായത് സിംഗിൾ ബോണ്ടും വേണം, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസും വേണം. അത് നമ്മൾ മുമ്പ് പറഞ്ഞ അമോണിയ ഒക്കെ എക്സാമ്പിൾ ആണ് അല്ലെ? അമോണിയയുടെ കയ്യിൽ സിഗ്മ ബോണ്ടും ഉണ്ട്, അതുപോലെ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസും ഉണ്ട്. അതുപോലെ വാട്ടർ, അമോണിയ ഒക്കെയാണ് എക്സാമ്പിൾ. അപ്പം വാട്ടറിന്റെ കേസിൽ H2O, ഓക്സിജന് 2 ഹൈഡ്രജനും, പൈ ബോണ്ടൊന്നും അവർ ഫോം ചെയ്യുന്നില്ല, ഹൈഡ്രജൻ പൈ ബോണ്ടൊന്നും ഫോം ചെയ്യില്ല നമ്മൾ പറഞ്ഞു. ഓക്സിജന്റെ കയ്യിൽ ഇലക്ട്രോൺ വല്ല ഫ്രീ ഉണ്ടോ? ഉണ്ട്. 6 ഇലക്ട്രോൺ ഉള്ളതാണ് ഓക്സിജന്റെ ഔട്ടർ ഷെല്ലിൽ മാത്രം. അതിൽ നിന്ന് ആകെ 2 ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, ബാക്കി 4 ഇലക്ട്രോൺസ് നോൺ ബോണ്ടിങ് ആണ്, ഫ്രീ ആണ്. അപ്പൊ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസും ഉണ്ട്, സിഗ്മ ബോണ്ടും ഉണ്ട്. അതുകൊണ്ട് N2 സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ് വാട്ടർ, അമോണിയ പോലുള്ള മോളിക്യൂൾസിന്റെ ഒക്കെ കേസിൽ പോസിബിൾ ആണ്. Then generally absorption takes place below 200 നാനോമീറ്റർ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് 200 നാനോമീറ്ററിൽ കുറവാണ് ഇവയുടെ അബ്സോർപ്ഷൻ പീക്ക്. അപ്പൊ പിന്നെ നമുക്ക് ഇതിനെയും എന്താണ് UV വിസിബിൾ ആക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമുക്ക് സ്പെക്ട്ര കിട്ടണ്ടേ? 200 നാനോമീറ്റർ കുറവായതുകൊണ്ട് നമുക്ക് സ്പെക്ട്ര കിട്ടില്ല. അപ്പൊ N2 സിഗ്മ സ്റ്റാർ ട്രാൻസിഷനും നമുക്ക് UV വിസിബിൾ ആക്റ്റീവ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ആൽക്കഹോൾ ഒക്കെ നമ്മുടെ N2 സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ. CH3OH, CH3NH2, ഇവിടെ എല്ലാം നൈട്രജനും ഓക്സിജനും ഒക്കെ ഉണ്ടോ അവരുടെ കയ്യിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, ചിലവാക്കാത്തത്. അപ്പോൾ ഒരു മോളിക്യൂൾ UV വിസിബിൾ ആക്റ്റീവ് ആവണമെങ്കിൽ ഇപ്പൊ എന്തൊക്കെ വേണം? പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തോ ഉണ്ട്? പൈ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ദെൻ പൈ ഇലക്ട്രോൺസും നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസും ഉള്ള കേസിലും മോളിക്യൂൾസ്, അതായത് N2 പൈ സ്റ്റാർ ട്രാൻസിഷനും പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷനും മാത്രമേ UV വിസിബിൾ ആക്റ്റീവ് ആയിട്ടുള്ളൂ. ഓക്കെ, ഫോർമാൽഡിഹൈഡ്, അസറ്റോൺ, അസറ്റിക് ആസിഡ് ഒക്കെ പോലെ. ദെൻ പൈ ടു പൈ സ്റ്റാറിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ബ്യൂട്ടാഡൈൻ, ബെൻസീൻ ഒക്കെ. ഇത് ഏതൊക്കെ മോളിക്യൂൾസ് ആണ് ഇതിൽ UV വിസിബിൾ ആക്റ്റീവ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്. വാട്ടർ UV വിസിബിൾ ആക്റ്റീവ് ആണോ? വാട്ടറിലുള്ള ട്രാൻസിഷൻ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ നടക്കാം, N2 സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ നടക്കാം. രണ്ടും UV വിസിബിൾ ആക്റ്റീവ് അല്ല, കാരണം വേവ് ലെങ്ത് കുറവാണ്. മീഥെയ്ൻ, CH4, മീഥെയ്ൻ ANE ആണ് അല്ലെ? നോർമൽ ആൽക്കെയിൻ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആൽക്കെയിൻ എടുത്താൽ അതൊന്നും UV വിസിബിൾ ആക്റ്റീവ് അല്ല, സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ മാത്രമേ നടക്കുകയുള്ളൂ. അസറ്റോൺ,
ONE. അസറ്റോൺ എന്താണ്? ഒരു കീറ്റോൺ ആണ്. അസറ്റോൺ UV വിസിബിൾ ആക്റ്റീവ് ആണോ? അസറ്റോണിന്റെ കേസിൽ മുമ്പേ കണ്ടായിരുന്നു പൈ ടു പൈസ ട്രാൻസിഷൻസ് പോസിബിൾ ആണ്, അതുപോലെ N2 പൈസ ട്രാൻസിഷൻസും പോസിബിൾ ആണ്. അപ്പോൾ N2 പൈസ ട്രാൻസിഷൻ ഉണ്ട്, അതുകൊണ്ട് അസറ്റോൺ UV വിസിബിൾ ആക്റ്റീവ് ആണ്. ദെൻ ഫോമിക് ആസിഡ്, ആസിഡ് ഏതെടുത്താലും C ഡബിൾ ബോണ്ട് OH ഉണ്ട്, പൈ ബോണ്ടും ഉണ്ട്, നോൺ ബോണ്ടിങ്ങും ഉണ്ട്, അതുകൊണ്ട് ഫോമിക് ആസിഡും UV വിസിബിൾ ആക്റ്റീവ് ആണ്. ഈതൈൽ ആൽക്കഹോൾ, ആൽക്കഹോൾ UV വിസിബിൾ ആക്റ്റീവ് അല്ല, കാരണം OH മാത്രമേ ഉള്ളൂ. നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ ഉണ്ട്, പൈ ഇലക്ട്രോൺ ഇല്ല. H2 Cl2 ഇതൊന്നും UV വിസിബിൾ ആക്റ്റീവ് അല്ല. ഈതൈൽ അസറ്റേറ്റ്, അസറ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എസ്റ്റർ ആണ്. എസ്റ്ററിന്റെ കേസിൽ C ഡബിൾ ബോണ്ട് ഓയും OR ഉണ്ട്. C ഡബിൾ ബോണ്ട് OR. അപ്പോൾ എസ്റ്റർ UV വിസിബിൾ ആക്റ്റീവ് ആണ്. അപ്പൊ ഇതിൽ UV വിസിബിൾ ആക്റ്റീവ് ഏതൊക്കെയാണ്? അസറ്റോൺ, ഫോമിക് ആസിഡ് ആൻഡ് ഈതൈൽ അസറ്റേറ്റ്. ഓക്കെ, അപ്പോൾ UV വിസിബിൾ സ്പെക്ട്രയുടെ അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.